കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് ആക്കി ചിരിച്ചു. ബാക്കിയുള്ളവരോട് പറഞ്ഞു, വേണ്ട ഭയങ്കര ഭക്തിയാണ്, എന്താവുമെന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് ഈ പുള്ളി വഴി ആവണം ഇറങ്ങേണ്ടത്. കാരണം പുള്ളിക്ക് മനസ്സിലാവണം ഞാൻ പ്രാർത്ഥിച്ചതിന് ഗുണം ഉണ്ടാവും എന്നുള്ളത്. പിന്നീടാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരിയിലായിരുന്നു. ജനുവരി അവസാനമാണ് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തെങ്കിലും രാവിലത്തെയും രാത്രിത്തെയും പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പോകും. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും വേണ്ട വിധത്തിൽ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ചിലപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് 15 മിനിറ്റ് അത്രയൊക്കെ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും 3 മാസം കറക്റ്റായിട്ട് പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചൊല്ലി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഉടമ്പടിയിൽ എൻ്റെ അലർജിയുടെ കാര്യങ്ങളും എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയും അലർജിയൊക്കെ മാറുകയൊക്കെ ചെയ്തു. വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ മാസം ജൂൺ 8-ാം തീയതി എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലൊരു കേസ് വരികയും ആ കേസിൻ്റെ ഫലമായി ഞാൻ റിമാൻഡ് ചെയ്യപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്തു. ഇപ്പം ജയിലിൽ പോകുന്ന സമയത്ത് വളരെ വിഷമിച്ചാണ് പോകുന്നത്. കേസ് വന്നു, ജയിലിലേക്കാണ് പോകുന്നത്. അപ്പം ജയിലിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മ തന്നു വിട്ടത് ഉടമ്പടി പ്രാർത്ഥനാ ബുക്കും അതുപോലെ കൃപാസനത്തിൻ്റെ പത്രവും പിന്നെ കാശുരൂപമാണ് എൻ്റെ കയ്യിൽ അമ്മ തന്നു വിട്ടത്. പക്ഷേ ഞാൻ ആ പോയ ജയിലിൽ ഞാനിത് അകത്തേക്ക് കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അയാൾ സമ്മതിച്ചില്ല. അവിടുത്തെ വാർഡൻ സമ്മതിച്ചില്ല. പറഞ്ഞു, ഇനി നിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ്, നീ ജയിലിലായില്ലേ, ഇനി എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട്, അതൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജയിലിൽ 10 ദിവസം ഞാൻ നിന്നു. 10 ദിവസം നിന്നപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏത് സമയം വളരെ വിഷമിച്ച് ഇനി എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പം ആ ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് അവിടുന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരെ മാറ്റി. അപ്പോൾ അതിൽ എന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വിഷമിച്ചു. കാരണം ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണം, ഇതേ അവസ്ഥ തന്നെ പിന്നെയും നേരിടണമല്ലോ എന്നോർത്ത്. അതിപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഒരു ജയിലിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ICUവിലാണെങ്കിലും നമ്മുടെ പാരൻസിനും ആർക്കെങ്കിലും പുറത്തുനിന്നെങ്കിലും കാണാം. അസുഖം വന്ന് കിടക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല, അങ്ങനത്തെ ആയിരിക്കും. പുറത്ത് നിൽക്കുന്നവർക്കുള്ള വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അകത്തതാകുമ്പം നമ്മുടെ വീട്ടുകാർക്കും വിഷമമാണ്, അകത്തുള്ള നമുക്കും വിഷമമാണ്. നമുക്ക് എപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റും, പുറത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ജയിൽ മാറ്റിയപ്പം ജയിൽ മാറിയ അവസ്ഥയിൽ എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബുക്കും ഈ പ്രാർത്ഥന ബുക്കൊക്കെ എനിക്കൊന്ന് അകത്തേക്ക് കയറ്റാൻ പറ്റണം. എനിക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും, എനിക്ക് കുഴപ്പമില്ലാണ്ടിരിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ ആ ജയിലിൽ ചെന്ന് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് പ്രാർത്ഥനാ ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനതൊന്ന് അകത്തേക്ക് കയറ്റിക്കോട്ടെ. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, നീ ആരോടും പറയണ്ട, നീ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. നീ ഡ്രസ്സിൻ്റെ കൂടെ വെച്ച് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ കൂടെ ഞാൻ കാശുരൂപം വെച്ച് ഞാൻ അകത്തേക്ക് പോയി. അകത്ത് ചെന്ന് കഴിഞ്ഞപ്പം കുറേ പേരുണ്ടായിരുന്നു. എല്ലാവരും തന്നെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു. ഞാനും വേറൊരു ചേട്ടനും മാത്രമേ ക്രിസ്ത്യനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ചെന്ന അന്ന് തൊട്ട് ആ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് കൊന്തവല്ലി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ആ ചേട്ടനെയും വിളിച്ചിരുത്തി ഈ ബുക്കും വെച്ച് നമ്മുടെ കൃപാസനത്തിൻ്റെ ബുക്കും അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ കൊന്തയൊല്ലാൻ തുടങ്ങി. എന്നും രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ ഞാൻ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ച് ഞാൻ മുട്ടുമേ നിന്ന് കൊന്തയൊല്ലും. അപ്പം ഇത് ഫുൾ ടൈം ഇവർ വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മുടെ റൂമിൽ വീഡിയോ വെച്ചിട്ടുണ്ടാവും, ക്യാമറ വെച്ചിട്ടുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു വാർഡൻ വന്ന് എന്നോട് ചോദിച്ചു, നീ ഭയങ്കര ഭക്തിക്കാരനാണല്ലോ, നീ സയൻസൊക്കെ പഠിച്ചിട്ട് നിനക്ക് ഇതിലൊക്കെ ഈ ദൈവത്തിലൊക്കെ ഇത്ര വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് ദൈവമൊക്കെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതല്ലേ ദൈവം, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നീ പ്രാർത്ഥിക്കാതെ തന്നെ നിൻ്റെ ദൈവത്തിന് നിങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് ആക്കി ചിരിച്ചു. ബാക്കിയുള്ളവരോട് പറഞ്ഞു, വേണ്ട ഭയങ്കര ഭക്തിയാണ്, എന്താവുമെന്ന് കണ്ടറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് ഈ പുള്ളി വഴി ആവണം ഇറങ്ങേണ്ടത്. കാരണം പുള്ളിക്ക് മനസ്സിലാവണം ഞാൻ പ്രാർത്ഥിച്ചതിന് ഗുണം ഉണ്ടാവും എന്നുള്ളത്. പിന്നീട് ഞാൻ ഓരോ അരമണിക്കൂറും 3/4 മണിക്കൂറും കൂടുമ്പം ജപമാല ചൊല്ലും. കൃപാസന പ്രാർത്ഥന വൈകുന്നേരവും രാവിലെയും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലും. കാരണം രാവിലത്തെ പ്രാർത്ഥന ഞാൻ ഉച്ചവരെ ചൊല്ലും. ഉച്ചയിൽ ഞാൻ എപ്പോഴൊക്കെ ജപമാല ചൊല്ലുന്നു അതിനുശേഷം ഞാൻ രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും. അതുപോലെ തന്നെ വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലുന്നു ആ സമയത്തും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതിലെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് വേണം, എനിക്ക് ഇന്ന ഡേറ്റിൽ എനിക്ക് ജാമ്യം കിട്ടി, എനിക്ക് പുറത്തേക്ക് വരണം. അപ്പോൾ ഒക്കെ എനിക്ക് ആ ഡേറ്റിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ശരിയല്ല. കാരണം ഇതിനെല്ലാത്തിനും ഒരു പ്രോസസ്സിങ്ങിന് ഒരു ടൈമുണ്ട്. ഞാൻ അവിടെ വന്നിട്ടേ ഉള്ളൂ. ആ റൂമിലുള്ള എല്ലാവരും 60, 70, 80, 120 ദിവസമൊക്കെ ആയി കിടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പല ആൾക്കാർക്കും ജാമ്യം എടുക്കാൻ ആളില്ല, ജാമ്യം എടുക്കാൻ ആളുകളിൽ പോലും ജാമ്യം കിട്ടില്ല. വളരെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്.
അവർ പക്ഷേ അതങ്ങ് അഡ്ജസ്റ്റായി എൻജോയ് ചെയ്ത് അങ്ങ് നിൽക്കുന്നു. പക്ഷെ ഞാൻ ഏത് സമയം പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവരെന്നോട് ചോദിക്കും, എപ്പോഴും എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. ഞാൻ ഉപവാസവും എടുക്കും, ഉപവാസം എടുത്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് ചൊവ്വാഴ്ചകളിൽ. അതിന് മുമ്പൊക്കെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴും ചൊവ്വാഴ്ചകളിലൊക്കെ ഒരു നേരമൊക്കെ കഷ്ടിച്ച് ഉപവാസം എടുക്കുകയുള്ളൂ. കാരണം പിന്നെ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകണം, അപ്പോൾ എനിക്ക് ഉപവാസം ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യണം, എനിക്ക് ഉപവാസം എടുത്ത് നന്നായി പ്രാർത്ഥിക്കണം. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിക്കുകയൂടെ ചെയ്തു. എപ്പോഴും ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രമേ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളൂ. ഈ ഒരു പ്രാവശ്യം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു, എൻ്റെ പാപങ്ങളും കൂടെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എന്നോട് ക്ഷമിക്കണം. അതുപോലെ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. അത് എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇവിടുന്ന് ജാമ്യം കിട്ടുന്നതിനേക്കാളും മുഖ്യമായും ഞാൻ വെച്ചത് ആ ഒരു കാര്യമായിരുന്നു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം. പാപങ്ങൾ ക്ഷമിച്ച് ഇനി ഒരിക്കലും ഒരു പാപത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാണ്ട് എന്നെ നല്ലൊരു ആളാക്കി പുറത്തേക്ക് വിടണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എപ്പോഴും പ്രാർത്ഥിക്കുന്നു, പക്ഷേ ജാമ്യമൊന്നും അങ്ങനെ ആദ്യം വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവത്തോട് ഇന്നതെന്ന് പറയുകയല്ല വേണ്ടത്, ദൈവത്തിന് തോന്നട്ടെ, മാതാവിന് തോന്നട്ടെ. മാതാവിന് എന്നാണോ എനിക്ക് ജാമ്യം എത്രയും പെട്ടെന്ന് തരാൻ പറ്റുന്നത് ആ ഡേറ്റിൽ എനിക്ക് തരണം, എത്രയും പെട്ടെന്ന്. ഞാനൊരു ഡേറ്റ് പറയുന്നില്ല, മാതാവിന് എന്ന് എനിക്ക് തരാൻ വേണ്ടി പറ്റുമോ ആ ഡേറ്റിൽ മാതാവ് എനിക്ക് തരിക എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടിയിലെ പ്രാർത്ഥന ചൊല്ലുമ്പം എപ്പോഴും ഒരു ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 എന്നുള്ള നമ്മൾ ഏറ്റി ചൊല്ലുമല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് 7-ാം തീയതി 2:30 ഇതാണ് നിൻ്റെ ദിവസം, 7-ാം തീയതി 2:30, നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കൂ, 7-ാം തീയതി 2:30. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കറക്റ്റ് ജൂലൈ 7-ാം തീയതി 2:30 മുമ്പ് എനിക്ക് ജാമ്യം ലഭിച്ചു. അവിടെ നിന്ന് ആൾക്കാരൊക്കെ എന്നോട് വളരെ അത്ഭുതത്തോട് ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? കാരണം ഞങ്ങളിവിടെ വന്നിട്ട് 60, 70, 80, 100 ദിവസങ്ങൾക്ക് മുകളിലായി. എങ്കിൽ പോലും ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒന്നും ആയിട്ടില്ല, നിനക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കിട്ടിയത്? അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പം മുസ്ലിംസാണ് അവരെല്ലാവരും, അധികം പേരും. അപ്പോൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമോ? എന്ത് നേർച്ചയാണെങ്കിലും നിങ്ങൾ നേർന്നാൽ മതി, ഞങ്ങൾ വന്ന് ചെയ്തോളാം. അപ്പം ഞാൻ പറഞ്ഞു, ആലപ്പുഴയിൽ ഇങ്ങനെ കൃപാസനം എന്നുള്ള സ്ഥലമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ 2-3 കാര്യങ്ങൾ പ്രാർത്ഥിക്കൂ. ഒരൊറ്റ കാര്യം കൂടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അഡ്വക്കേറ്റിലൂടെയും ജഡ്ജിയിലൂടെയും മാതാവ് ഇടപെടണം. കാരണം ജഡ്ജി വിചാരിക്കണം നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ആ ജാമ്യം ജഡ്ജിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് മാതാവായിരിക്കണം. മാതാവ് പറയിപ്പിച്ച് ജഡ്ജിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നമുക്ക് ജാമ്യം കിട്ടണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ എൻ്റെ കൃപാസന പത്രം അവിടെ ഉണ്ടായിരുന്നവർക്ക് കൊടുത്തു, അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്തായാലും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് ഞാനങ്ങ് ഇറങ്ങിയത്. അപ്പം എനിക്ക് ഏറ്റവും നമുക്ക് പല അനുഭവങ്ങളുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം ഞാൻ ഇത്ര അത്യാവശ്യമായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിയെടുത്തൊരു കാര്യമില്ല. അപ്പം ചിലപ്പം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത് മാതാവ് എന്നെ ഒന്ന് കാണിച്ചു തന്നെയായിരിക്കും. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും മാതാവ് ഉണ്ട്, നിൻ്റെ പ്രാർത്ഥനയുടെ രീതി ശരിയല്ലായിരുന്നു, നീ നന്നായി പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിച്ചാൽ മാതാവ് നിനക്ക് എല്ലാ കാര്യങ്ങളും തരും എന്ന് ചിലപ്പോൾ കാണിക്കാനായിരിക്കും എനിക്ക് ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടത് വന്നത്. അപ്പോൾ ഈ ജാമ്യം കിട്ടിക്കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകുമ്പം എൻ്റെ ആ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നിന്നയാൾ, ഞാൻ ആ പറഞ്ഞ ആൾ തന്നെയായിരുന്നു. എന്നോട് ആദ്യം ചോദിച്ചില്ലേ നിനക്ക് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചില്ലേ, അയാൾ തന്നെയായിരുന്നു. അന്ന് എന്നോട് അയാൾ ചോദിച്ചു, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലേ? പുള്ളിക്കൊരു അത്ഭുതം, ഇവന് കിട്ടിയോ, ഇത്ര വേഗം കിട്ടിയോ? അവിടെ ഉള്ളവരൊക്കെ 100-120 ദിവസമായിട്ട് കിടക്കുന്നവർക്കൊന്നും കിട്ടിയില്ല. എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഹൈക്കോർട്ടിൽ നിന്നാണോ ജാമ്യം എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഹൈക്കോർട്ടൊന്നും അല്ല, നേരെ സാധാ കോടതിയിൽ നിന്നാണ്, ജില്ലാ കോടതിയിൽ നിന്നാണ് ജാമ്യം എടുത്തത്. അതെങ്ങനെ ഇങ്ങനെ കിട്ടിയത്? അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ എന്നുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും എൻ്റെ റൂമിലുള്ളവരോടും പറയായിരുന്നു, ഞാൻ പോകുമ്പം ആ പുള്ളി വഴിയാവണം പോകണം. കാരണം ഇവർ ഡ്യൂട്ടി മാറി വരുമ്പം ആരായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ് പുള്ളിയാണ് എന്നെ വന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടത്. അപ്പം അവർക്കും ആ ഒരു അനുഭവമായി. എൻ്റെ കൂടെ നിന്നവരും ഇന്നിപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം അവർക്കൊക്കെ ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കിങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചപ്പോഴേ പറഞ്ഞു, എനിക്ക് മാതാവ് എനിക്ക് എന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? അതിന് പിന്നത്തെ ആഴ്ച ഞാൻ ഏറ്റവും അടുത്ത ദിവസം വന്ന് അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അതുകൂടാണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ വേറെയും തന്നിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ, കാരണം ഞാനൊരു അത്രയും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് ബാക്കി ആർക്കും കൊടുക്കാണ്ട് എനിക്ക് തന്നൊരു അനുഗ്രഹമായതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഇത് തന്നെ പറഞ്ഞത്. അതുപോലെ എൻ്റെ അനിയത്തി OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആദ്യം IELTS ഒക്കെ എഴുതിയിരുന്നു, കിട്ടിയിരുന്നു. പിന്നീട് അവൾ ജോലി ചെയ്ത് പുറത്തായിരുന്നു. അപ്പോൾ OET എഴുതാൻ വേണ്ടി നോക്കിയപ്പം OET ചെയ്തപ്പോൾ അവൾ ആദ്യമേ നമ്മളോട് പറഞ്ഞു, കൊച്ചുണ്ടായിരുന്നു, കൊച്ചിനെ നോക്കണം, ജോലിക്കും പോകണം, അതിൻ്റെ ഇടയിൽ വൈകുന്നേരം വന്ന് ഓൺലൈൻ ക്ലാസ് കുറച്ച് നേരം പഠിക്കും. അങ്ങനെയാണ് OET എക്സാം എഴുതാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങളോട് പറഞ്ഞു, ഇത് ഇപ്രാവശ്യം കിട്ടത്തില്ല, കാരണം ഓൾറെഡി 5-6 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എഴുതുന്ന എനിക്ക് ഇപ്രാവശ്യം ഒന്നും കിട്ടില്ല. പക്ഷേ ഇത്രയും പൈസയും പോയി, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടും ചെയ്തു, എന്താകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും കൂടെ അവൾ പോയ സമയം തൊട്ട് മാതാവിനോട് കൊന്തയൊലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്സാമിന് പോയപ്പോൾ തൊട്ട് അവൾക്ക് കിട്ടണേ. അവൾ വന്നപ്പോഴും പറഞ്ഞു, എനിക്ക് പാടായിരുന്നു, എനിക്ക് കിട്ടത്തില്ല, ഒരു പ്രാവശ്യം കൂടെ നോക്കണം, പക്ഷേ ഇനി സമയമില്ല,
അറിയുന്നില്ല എന്ത് ചെയ്യും, പ്രോസസ്സിംഗ് ഒക്കെ കുറേ വൈകുമല്ലോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഫസ്റ്റ് ടൈമിൽ തന്നെ അവൾക്ക് OET ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി. അവൾ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, കിട്ടുമെന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് ടൈം തന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് OET ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ അഭിഷേക തൈലം, അത് വളരെ ശക്തിയുള്ളൊരു തൈലമാണ്. കാരണം എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഈ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ അവരുടെ അസുഖങ്ങളും മാറിക്കിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കസിൻ വന്നിരുന്നു. അവനെ കുളവി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. കുളവി കുത്തിയവൻ ഭയങ്കര കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഈ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ്റെ വേദനയും നീരും എല്ലാം പോയി. അപ്പം എല്ലാവർക്കും അത്ഭുതം. കാരണം കുളവി കുത്തിക്കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസത്തേക്ക് ആ ഒരു നീരും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അത് തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പോയി. അതുപോലെ അമ്മയുടെ പല്ലുവേദന ഉണ്ടായിരുന്നു, അതും തൈലം വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, അതോടുകൂടി അതും പോയി. എപ്പോഴും മാതാവിനോട് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും മാതാവിന് എന്താണ് തോന്നുന്നത്, മാതാവിന് എനിക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് എത്രയും വേഗം തരാനും പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലായി. ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം പ്രാർത്ഥനയുടെ പുതിയ വഴികളും അതുപോലെ ജീവിതത്തിൻ്റെ പുതിയ തിരിച്ചറിവുകളും എനിക്ക് മനസ്സിലാക്കി തന്നതിനും എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിനും ദൈവത്തോടും മാതാവിനോടും ഞാൻ വളരെയധികം നന്ദി അർപ്പിക്കുന്നു.